Our hearts beat to the city streets. We began to feel the fire. We rise. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി. 1341 കടൽക്ഷോഭത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്തിന് നാശം സംഭവിക്കുകയും ഒരു സ്വാഭാവിക തുറമുഖം രൂപാന്തരപ്പെടുകയും ചെയ്തു. പുതുതായി ഉണ്ടായ ചെറിയ തുറമുഖത്തിന് കൊച്ചഴി എന്ന് പറഞ്ഞു വരികയും അത് ലോപിച്ച് കൊച്ചിയായി മാറുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ഈ അഴിമുഖത്തിന് അഭിമുഖമായി ഒരു കോട്ട കെട്ടിയതോടുകൂടി ജനങ്ങൾ കോട്ട കൊച്ചി എന്ന് വിളിച്ചു പോന്നു. കോട്ട എന്ന ഗ്രാമീണ പദത്തേക്കാൾ ഗമ ഫോർട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിനുണ്ടായിരുന്നത് കൊണ്ടാവാം പിന്നീടത് ഫോർട്ട് കൊച്ചി എന്നറിയപ്പെടാൻ തുടങ്ങി. ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് വിശുദ്ധ ഫ്രാൻസിസ് CSI പള്ളി. 1503 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി. പോർച്ചുഗീസ് പര്യവേഷകനും നാവികനുമായിരുന്ന വാസ്കോഡ ഗാമ 1524 തൻ്റെ 3ാമത് കേരള സന്ദർശനത്തിനിടെ കൊച്ചിയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യം ഈ പള്ളിയിലായിരുന്നു അടക്കം ചെയ്തത്. 14 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ കൊച്ചിയിലെത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. വാസ്കോഡ ഗാമയുടെ ശവകുടീരത്തിലെ സ്മാരകശില ഇപ്പോഴും ഇവിടെയുണ്ട്. കടൽ തീരത്തിന് സമാന്തരമായി പോകുന്ന സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നുള്ള റോഡിൽ ഡച്ച് സെമിത്തേരി നിലകൊള്ളുന്നു. 1724 നിർമ്മിക്കപ്പെട്ട സെമിത്തേരി രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്കാലത്തെ ഡച്ച് വാസ്തുവിദ്യയുടെ ശൈലിയിൽ നിർമ്മിച്ച സെമിത്തേരി ചുറ്റുമതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പല ശവകുടീരങ്ങളും കരിങ്കല്ലും ചുവന്ന ലാറ്ററൈറ്റും കൊണ്ട് നിർമ്മിച്ചതാണ്. അവയ്ക്ക് കുരിശില്ല. വലിയതും ചെറുതുമായ ശവകുടീരങ്ങൾ ഇവിടെയുണ്ട്. എപ്പിറ്റാഫുകളിലെ ലിഖിതങ്ങൾ പഴയ ഡച്ച് ലിപിയിലേതാണ്. 17ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ കൊച്ചി കോട്ടയുടെ വടക്കേ അറ്റത്തുള്ള ബാസ്റ്റ്യൻ്റെ മുകളിൽ ഡച്ചുകാരാണ് ബാസ്റ്റ്യൻ ബംഗ്ലാവ് നിർമ്മിച്ചത്. 1505 പോർച്ചുഗീസുകാരാണ് ഫോർട്ട് കൊച്ചി പണിതത്. അന്നത്തെ പോർച്ചുഗൽ രാജാവിൻ്റെ പേരിൽ ഈ കോട്ടയ്ക്ക് മാനുവൽ കോട്ട എന്നാണ് പേര് നൽകിയിരുന്നത്. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തിയപ്പോൾ 1663 കോട്ട അവർ കൈവശപ്പെടുത്തി. അവർ കോട്ട ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ചുരുക്കി. പിന്നീട് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കോട്ട ഇംഗ്ലീഷുകാർ ഏറ്റെടുത്തു. അപ്പോഴേക്കും കോട്ടയുടെ വടക്കേ അറ്റത്തുള്ള ബാസ്റ്റ്യൻ ഒഴികെ മിക്ക ഭാഗങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബാസ്റ്റ്യൻ ബംഗ്ലാവ് ഒരു റെസിഡൻഷ്യൽ കെട്ടിടമായി ഉപയോഗിച്ചിരുന്നു. വളരെ അടുത്ത കാലം വരെ ഒരു വസതിയായി ഉപയോഗിച്ചിരുന്ന ബാസ്റ്റ്യൻ ബംഗ്ലാവ് പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നത് ഒരു മ്യൂസിയം എന്ന നിലയിൽ ഫോർട്ട് കൊച്ചിയിലെ പൈതൃക നിർമ്മിതിയുടെ ഭാഗമായി തുടർന്നു വരുന്നു. ഫോർട്ട് കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം നിലവിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും രൂപാന്തരപ്പെടുത്തിയവയാണ്. മനോഹരമായ പല മണിമാളികകളും ഇവയിൽ ഉൾപ്പെടും. കൊച്ചി രാജവംശത്തിൻ്റെ പരദേവതയും ഉപാസനാമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. മട്ടാഞ്ചേരി കൊട്ടാരത്തോട് ചേർന്നാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. പോർച്ചുഗീസുകാരാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് അവർ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം സമ്മാനമായി നൽകി. 1663 ഡച്ചുകാർ ഈ കൊട്ടാരത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുകയുണ്ടായി. അതിനുശേഷം ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. കൊച്ചി രാജാക്കന്മാരും കാലാകാലങ്ങളിൽ ഈ കൊട്ടാരത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇന്ന് ഈ കൊട്ടാരം കേരള ഗവൺമെന്റിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ചുവർ ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ കൊട്ടാരത്തിലെ വിശാലമായ മുറികൾ. കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ അനുവദനീയമല്ലാത്തതിനാൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ സാധിച്ചില്ല. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹവും കേരളീയ ചുവർചിത്ര ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാളിദാസ നാടകമായ കുമാരസംഭവത്തിലെ ദൃശ്യങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 300 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഈ ചുവർ ചിത്രങ്ങൾക്ക്. 1864 മുതൽ കൊച്ചി വാണ രാജാക്കന്മാരുടെ എണ്ണച്ചായ ചിത്രങ്ങൾ, വാളുകൾ, കൊത്തുപണി ചെയ്ത പിടികളോട് കൂടിയ കഠാരകൾ തുടങ്ങി കിരീടാരോഹണ ചടങ്ങുകൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന അലങ്കൃതമായ കുന്തങ്ങൾ, വെഞ്ചാമരങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജാവ് ഉപയോഗിച്ചിരുന്ന തലപ്പാവുകൾ, കിരീടങ്ങൾ, കൊച്ചി രാജവംശത്തിൻ്റെ കമ്മട്ടത്തിലടിച്ച നാണയങ്ങൾ, കൊച്ചിക്കായി ഡച്ചുകാർ തയ്യാറാക്കിയ വികസന പദ്ധതിയുടെ രേഖാചിത്രങ്ങൾ എന്നിവയും ഇവിടെ കാണാം. കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ അനുവദനീയമല്ലാത്തതിനാൽ ഇവയുടെയൊന്നും ചിത്രങ്ങൾ പകർത്തുവാൻ സാധിച്ചില്ല. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജൂതത്തെരുവ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണിത്. കേരളത്തിലെ ജൂതന്മാരുടെ ആദ്യകാല വാസസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ജൂതത്തെരുവ്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ജൂതത്തെരുവ് അല്ലെങ്കിൽ ജൂ ടൗൺ എന്ന പേര് വന്നത്. പരദേശി സിനഗോഗ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. മനോഹരമായ ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ എന്നിവ കണ്ടെത്താനാകുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്റർ കൂടിയാണ് ജൂതത്തെരുവ്. നിരവധി ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറുകയോ പരിവർത്തനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രദേശം ഇപ്പോഴും ഒരു യഹൂദ നഗരമാണ്. കൂടാതെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പഴയ ലോക മനോഹാരിതയും ഇവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ പുരാതനമായ യഹൂദ ആരാധനാ കേന്ദ്രമാണ് പരദേശി സിനഗോഗ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയും ഏറ്റവും പഴയ സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ജൂത സമൂഹത്തിനു വേണ്ടി 1568 നിർമ്മിച്ചതാണ് ഈ ദേവാലയം. ഈ ദേവാലയത്തിന് കൊച്ചിൻ സിനഗോഗ് എന്നും മട്ടാഞ്ചേരി സിനഗോഗ് എന്നിങ്ങനെയും പേരുകൾ ഉണ്ടെങ്കിലും പരദേശി സിനഗോഗ് എന്ന പേരിലാണ് കൂടുതലായി അറിയപ്പെടുന്നത്. സെഫാർഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിൻ്റെ ഘടന. ജെറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗിൻ്റെ ദർശനം. നടുവിലായി കാണുന്ന പ്രസംഗപീഠത്തിലാണ് നേതാവായ ഹസാൻ പ്രാർത്ഥനകൾ നടത്തുക. മറുവശത്തുള്ള പെട്ടകം അല്ലെങ്കിൽ ഏഹാലിലാണ് ഇവരുടെ മതഗ്രന്ഥമായ തോറ ചുരുളുകൾ വയ്ക്കുന്നത്. ഹാളിൻ്റെ മുകളിൽ കാണുന്ന കാൻഡിലർ ലൈറ്റുകൾ ബെൽജിയത്തിൽ നിന്നുള്ളവയാണ്. താഴെ കാണുന്ന ടൈലുകൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അലങ്കാരമായി ചൈനയിലെ കാൻഡനിൽ നിന്ന് വാങ്ങിയ കൈകൊണ്ട് നിറമിട്ട നീല വില്ലോ പാറ്റേൺ പിഞ്ഞാണ തറയോടുകളാണ്. ൽ കൂനൻ കുരിശ് സത്യം എന്ന ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച കൊച്ചിയിലെ പഴക്കമേറിയ പള്ളികളിൽ ഒന്നാണ് ദേവമാതാ പള്ളി.
കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസുകാരും ജെസ്യൂട്ട് പാതിരിമാരും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുത്തുവാൻ നടത്തിയ പീഡനങ്ങൾക്കെതിരെ 1653 ജനുവരി 3-എടുത്ത പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം അഥവാ കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. 2500ഓളം വരുന്ന വിശ്വാസികൾ കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ച് ഒരേ സമയം സത്യം ചെയ്യുക വഴിയായി ഭാരം കാരണം കുരിശ് ഒരു വശത്തേക്ക് വളഞ്ഞുവെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ സംഭവം കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. വളഞ്ഞ കുരിശ് എന്നതിന് പോർച്ചുഗീസുകാർ അവരുടെ ഭാഷയിൽ അന്ന് പാന്ത് ക്രൂസ് എന്ന് പറഞ്ഞു. അത് പിന്നീട് കാലക്രമേണ മലയാളം വായ്മൊഴിയിൽ പ്രാന്തൻ കുരിശെന്നും പിന്നീട് പ്രാന്തൻ കുരിയച്ചനെന്നും അറിയപ്പെടാൻ തുടങ്ങി. മട്ടാഞ്ചേരി ബസാർ റോഡിലാണ് കുരിയച്ചൻ്റെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നീളുന്നു ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ. ചരിത്രത്തിൻ്റെ ഭാഗമായതും നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. നമ്മുടെ സ്വന്തം നാട്ടിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ വരിക, കാണുക, ആസ്വദിക്കുക.